മുഅ്മിനീങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹാണ് ഇനി നമ്മൾ ചൊല്ലുന്നത്. അൽഹംദുലില്ലാഹ്, സ്വലാത്തുൽ ഫാത്തിഹ ഒരാൾ മുടങ്ങാതെ ചൊല്ലിയാൽ അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കുമെന്ന് മഹാന്മാര് പറഞ്ഞ സ്വലാത്താണല്ലോ. 6 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലിയാണല്ലോ. തീർന്നില്ല. സ്വലാത്തുൽ ഫാത്തിഹ അതാ തടഞ്ഞു കിടക്കുന്ന, തടസ്സമായി കിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു നൽകുന്ന സ്വലാത്താണല്ലോ. എല്ലാവരും മനസ്സറിഞ്ഞ് നല്ല ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തുകൾ കരുതിയിട്ട് കൂടെ ചൊല്ലിക്കോളൂ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق وبالهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ചൊല്ലിക്കോളൂ സലാത്തുൽ ഫാത്തിഹ. സലാത്തുൽ ഫാത്തിഹയിലൂടെ റബ്ബേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സലാമത്താക്കണമല്ലോ. സലാത്തുൽ ഫാത്തിഹയിലൂടെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണമല്ലോ. സലാത്തുൽ ഫാത്തിഹ കൊണ്ട് ഞങ്ങളെ നന്നാക്കണമല്ലോ. സലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈമാൻ തരണമല്ലോ. നല്ലൊരു ജീവിതം തരണമല്ലോ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലല്ലാ. എത്രയോ കുഞ്ഞു മക്കളുണ്ട് വാപ്പയില്ലാതെ ജീവിക്കുന്നവർ. അല്ലാഹുവേ, കഴിഞ്ഞ പ്രാവശ്യം മദീന മുനവ്വറയിൽ വെച്ചിട്ട് ഒരു കുടുംബം ഒരു കുഞ്ഞുമോളെ എൻ്റെ കയ്യിൽ കൊണ്ടുതന്നു. പിന്നീടാണ് അറിയുന്നത് ആ പൊന്നുമോൾക്ക് വാപ്പയില്ല. 3-4 വയസ്സ് മാത്രം പ്രായമുള്ള മോളാണ്. അല്ലാഹുവേ, ആ പൊന്നുമോളുടെ വാപ്പയുടെ ഖബർ സ്വർഗീയ ആരാമമാക്കണമല്ലാ. അല്ലാഹുവരുടെ കുടുംബത്തിനും അതുപോലെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഉമ്മയ്ക്കും അതുപോലെ കുടുംബത്തിനെല്ലാവർക്കും സമാധാനം നൽകണം റഹ്മാനെ. അങ്ങനെ എത്രയോ യതീമക്കളുണ്ട് റബ്ബേ. ആരെങ്കിലും യതീമക്കളുടെ തല തടവി കഴിഞ്ഞാൽ അല്ലാഹു അവർക്ക് വലിയ ബറക്കത്ത് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അവരുടെ തലയിൽ എത്ര മുടികളുണ്ടോ അത്രയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് യതീമക്കളെ കാണുമ്പോ അവരോട് നിങ്ങൾ ബഹുമാനം കാണിക്കണേ, അവരോട് നിങ്ങൾ സ്നേഹം കാണിക്കണേ. യതീമക്കൾ എന്ന് പറയുന്നത് നമുക്ക് അല്ലാഹു നൽകുന്ന, അതാ നമുക്ക് രക്ഷപ്പെടാൻ നൽകുന്നൊരു മാർഗമാണ്.
കാരണം യതീമായ ഒരു മക്കളെ, യതീമായ ഒരു മകനെ, യതീമായ ഒരു മകളെ അവരെ സഹായിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ആ കരങ്ങളെ മറ്റൊരാളുടെ മുന്നിൽ പോയി നീട്ടേണ്ട അവസ്ഥ അല്ലാഹു കൊടുക്കൂല. എത്രയോ ആളുകളാണ് യതീമക്കളെ വേദനിപ്പിക്കുന്നവര്. സ്വന്തം കുടുംബത്തിലെ ഓഹരി വരെ പിടിച്ചു വെച്ചിട്ട് ഉമ്മയും വാപ്പയും മരിച്ച ആ പ്രിയപ്പെട്ട മക്കളെ സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അകറ്റി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നിങ്ങൾക്കുള്ള ശിക്ഷ വിദൂരമല്ല. യതീമക്കളെ ആര് പ്രിയം വെച്ചോ, യതീമക്കളെ ആര് സഹായിച്ചോ, യതീമക്കളോട് ആര് കരുണ കാണിച്ചോ, അവർക്ക് അല്ലാഹുവിന്റെ നോട്ടം നൽകുന്നതാണ്, ഹബീബിന്റെ പൊരുത്തം നൽകുന്നതാണ്, മദീനയുടെ നേതാവ് അവരെ സ്വീകരിക്കുന്നതാണ്. റബ്ബേ, ഈ മജ്‌ലിസ് കേൾക്കുമ്പോ ഒരുപാട് മക്കൾ കരയുന്നുണ്ടാകും. ഉസ്താദേ, എന്റെ പാപ്പയില്ല, എന്റെ ഉമ്മയില്ല, എന്റെ മക്കളില്ല, പലരും സുബ്ഹാനല്ലാഹ് ഖബറിലാണ്. പടച്ചവനെ, ആ മക്കളുടെ ബാപ്പയുടെയും ഉമ്മയുടെയും ഖബർ സ്വർഗീയ ആരാമമാക്കണോ റഹ്മാനെ. ഞങ്ങൾ ആരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളെ മക്കളെ യതീമക്കളാക്കല്ലല്ലാ.